ഹലോ ഗൈസ്, പുതിയ എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഇന്ന് കളിക്കാൻ പോകുന്ന ബസ് സിമുലേറ്റർ ഇൻഡോനേഷ്യ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാർട്ട് വന്നിട്ടുണ്ടായിരുന്നു, പാർട്ട് 2 ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് പാർട്ട് 2. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. വണ്ടി എടുത്തിട്ടുണ്ട്. വണ്ടി കുട്ടപ്പനാക്കിയിട്ടുണ്ട്, നല്ലപോലെ കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. വൃത്തിയും ഉണ്ടായി. ഞാൻ അന്ന് വൃത്തിയാക്കണം പറഞ്ഞിട്ടുണ്ടായി, വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പാർട്ട് 2 ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് പാർട്ട് 2. അപ്പോൾ നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട്. ലോങ് ആണ് കേട്ടോ. വണ്ടി ഒന്നുമില്ല, വണ്ടി വിളിച്ചു പറപ്പിച്ചു വിടണ്ട്. ഇതെൻ്റെ സെക്കൻഡ് ഫോണ്, സെക്കൻഡല്ല തേർഡ്. ഇത് സെക്കൻഡ്, ഫസ്റ്റ് വെച്ചത് തേർഡാണ്. ഈ ലെഫ്റ്റ് കൂടെ ഓട്ടയ്ക്കാം. ഈ അടിമുട്ടുണ്ട് തോന്നുന്നു. ഇങ്ങോട്ട് സൗണ്ട് കുറച്ചേക്കാം. ഇതാണ് റോഡ് കറക്റ്റ് പോകുമ്പോൾ വാർത്ത കൂടെ ലോഡിങ് മാപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ലോഡിങ് എത്തിയത് കാണാം. അപ്പോൾ ഗൈസ് ലോഡിങ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ലോഡിങ് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പബ്ജി ലോഡിങ് ആയി വണ്ടി എത്തി. ഓ ഞാൻ മറ്റേ ഇതായിട്ടില്ല കേട്ടോ, എന്താ പറയുക, മറ്റേ ട്രാഫിക് മൂഡ് ആക്കിയിട്ടില്ല. അതുകൊണ്ട് സ്റ്റിയറിങ് ഒന്നും മാറ്റമില്ലാത്ത അമ്മ വണ്ടി തന്നെ. വെട്ടിച്ചു ഗൈസ്. ഗൈസ് നമ്മളങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്യില്ല, വണ്ടി എടുത്തിട്ടുണ്ട്. ബ്ലോക്ക് ഇപ്രാവശ്യം ഇല്ല. മതിയോ, നമുക്ക് 100 വരത്തുണ്ടാക്കാൻ നോക്കാം. 100 ഹാർട്ട് കൊണ്ട് 100 ഹാർട്ട് വരെ തന്നെ തല എത്തുമ്പോൾ ഇതുവരെ ആക്കാൻ നോക്കണം. ആക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഫസ്റ്റ് ടോണ് ഞാൻ അതുവരെ അടിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ടോണ് കേൾപ്പിച്ചു. സെക്കൻഡ് പിന്നെ പെപ്പർ സെക്കൻഡ് എടുത്തില്ല. പിന്നെ തേർഡത്തെ ഹോണത്. ഒരു പാലം കടന്നിട്ട് ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, അത് കാണിച്ചു. പാലം എത്തട്ടെ. ഓ ബ്ലോക്ക് വരാണ് പോകാൻ പറ്റുന്നു. എത്താൻ പറ്റുന്നുണ്ട്, പറപ്പിച്ചുകൊണ്ട് എത്താനായിട്ടുണ്ടോ തോന്നുന്നു. വണ്ടികൾ വരില്ലേ? അയ്യോ വന്ന് നമുക്ക് ഇതി കൊടുക്കാറ്. അയ്യോ അടി തട്ടി വന്നു, അടി സൈഡിൽ തട്ടി. MBD അല്ല പോലീസ്. MBD മറ്റേ V.3.2 V.3.2 അതല്ല തോന്നുന്നു. അത് കയറ്റിയിട്ടാണ് MBD വരുള്ളൂ.
അല്ലാതെ നമ്മളതിൽ പോലീസ് വരത്തുള്ളൂ. പോലീസും കൂടി കിടക്കട്ടെ. ഓക്കെ, മെസ്സേജ്. അപ്പോൾ ബസ് സിമുലേറ്റർ അപ്ഡേറ്റ് ആയി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകുമെന്ന് തോന്നിട്ടുണ്ടാവില്ല. അപ്ഡേറ്റ് ആയിട്ടുണ്ട്. കളിക്കുന്നവർക്ക് അപ്ഡേറ്റ് അറിയാം, പക്ഷേ അവർ കയറ്റിയിട്ടുള്ളവർക്ക് അറിയാം, കയറ്റിയിട്ടില്ലാത്തവർക്ക് അറിയത്തില്ല. അതങ്ങനെയാണ്. അപ്ഡേറ്റ് ആയി നിങ്ങൾക്കറിയില്ല, കയറ്റിയവർക്ക് അറിയത്തുള്ളൂ. പിന്നെ പാലത്തിക്ക് ഷോർട്ട് കട്ട് എത്തിയിട്ടുണ്ട്. കുറച്ച് പാലത്തിന് വീഡിയോ എടുക്കുക, ഫോട്ടോസ് എടുക്കുക, സൈഡിലേക്ക് വണ്ടി നിർത്താം. വണ്ടി സൈഡിലേക്ക് ആക്കിയപ്പോൾ എന്താ എല്ലാവരും ഓട്ടയ്ക്ക് തോന്നൂ. ഓട്ടയ്ക്ക് അറിയാണ്ടോ. എംബിയുടെ പോലീസ്, സോറി. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടില്ല എന്നൊക്കെ ഡ്രൈവർ മൈറ്റ് ഫാൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് സൈഡിലേക്ക് റോഡിലേക്ക് വയ്ക്കാം. പറഞ്ഞിട്ടോളൂ. പറഞ്ഞു കണ്ടോ. ഇപ്പോൾ ഗീസ് നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് വണ്ടിയിൽ നിന്ന് വിടാം. വണ്ടി സ്ഥലം വിടാം. ഫോർച്യൂണർ ഇപ്പോൾ ഓട്ടിക്ക് തന്നെ ഷോർട്ട് കട്ടെത്തി. നല്ല റൈറ്റോട്ട് വളയ്ക്കാം. ബാക്കത്തെ ലൈറ്റൊക്കെ ഉണ്ട് കത്തത്ത്. ലൈറ്റ് ഓഫാക്കിയിട്ടൊന്ന് അപ്പം കത്തും. നല്ല ഷോർട്ട് കട്ട് എടുക്കുക. എടുത്തു. ഇവിടെ മണ്ണാണ്, അതുകൊണ്ട് മെല്ലെ പോക്കണം. കണ്ടോ, കുറച്ച് പുക വിടുന്നുണ്ട് സൈഡിൽ കൂടെ. എന്തോ അവിടെ വിട്ടേക്കല്ലേ. ചളിയായാലും കുറച്ചൊക്കെ നല്ലപോലെ ചളിയായാൽ ക്ലീനാക്കിയാൽ മതി. കണ്ട് ഷോർട്ട് കട്ട് സ്ഥലമെത്തി. ഇത്ര 99 ആയിട്ട് നമുക്ക് കുറച്ച് വെള്ളത്തിൽ മുങ്ങിയിട്ട് കുറച്ച് ക്ലീൻ ആവാനല്ലേ വണ്ടി. വെള്ളത്തിൽ മുങ്ങി അപ്പോൾ എന്തോ കയറ്റം പറ്റാത്തതുകൊണ്ട്. ഓക്കെ, കുമ്പം വെള്ളത്തിൽ കുടിഞ്ഞിരിക്കുന്നു. പിന്നെ നമുക്ക് നേരെ വണ്ടി ഇവിടെ നിന്ന് വിടാം. എടുത്തു, നേരെ വണ്ടി വിട്ടു. ഇവിടെ എന്തിരും നമുക്കങ്ങോട്ട് വെള്ളത്തിൽ പോയാലും കുഴപ്പമില്ല. ടയറിലല്ലേ വെള്ളമല്ലേ. ഇത് നമ്മുടെ വണ്ടിയിൽ വെള്ളം കയറിയാൽ, എഞ്ചിനിൽ വെള്ളം കയറിയാൽ വണ്ടി കാതമാവും. അടി തട്ടുണ്ട് കേട്ടോ. ഓക്കെ, വിട്ടു. നിങ്ങൾ വിചാരിക്കും അതേ സ്ഥലമല്ലേ വിചാരിക്കും, പക്ഷേ അല്ല. നമ്മൾ ഷോർട്ട് കട്ട് കൂടെ എത്തി നേരെ ഇവിടെ എത്തി.
കണ്ടോ കുറച്ച് ഷോർട്ട് കട്ട്. ഓ വേഗം പറ്റിച്ചു. ടൊയോറ്റ ഫോർച്യൂണർ. ടൊയോട്ടോൻ്റെ ചിഹ്നം കണ്ട, എന്ത് ചിഹ്നമാണല്ലേ. കുഴിപ്പെട്ട കാർ നമ്മുടെ കാര്യം പോക്കെ. കുഴിപ്പെടാൻ നമ്മുടെ വണ്ടിയാത്തും മേ ഓ പറ്റില്ല, തന്നാനടക്ക രക്ഷപ്പെട്ടത്തില്ല. എവിടെ ഇടിച്ച് 97 ആയില്ല, ഇടിച്ചൊന്നും കാണാനില്ല. നമുക്ക് വേഗം വെട്ടിക്കാം, അവിടെ നിന്ന് വണ്ടികൾ വരില്ലേ വെട്ടിക്കാനാണ്. നമ്മൾ ഓവർടേക്കുമ്പോൾ നമ്മൾ നല്ല സ്പീഡിൽ പോകണം. സ്പീഡിൽ പോയില്ലെങ്കിൽ ഇതേമാതിരി വണ്ടി വന്നപ്പോൾ നീ ഇടിക്കല്ലേ പാപ്പട വണ്ടി. കുറച്ച് ഷോർട്ട് കട്ടാവട്ടെ വിചാരിച്ചു, എന്നിട്ട് നമ്മുടെ കാര്യം പോയി. അവിടെ വണ്ടി തന്നെ വരില്ലേ. അവിടെ കാലിയാണ്. കാലിയെന്ന് വെച്ചാൽ നമ്മുടെ റൂട്ടിൽ മാത്രം വണ്ടികളുണ്ട്. റൈറ്റ് സൈഡല്ലല്ലേ, റൈറ്റിൽ വണ്ടികളില്ല. ഇതോ വരുന്നു. ഇപ്പം ലോഡിങ് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് അടുത്ത് ലോഡിങ് ആയിട്ട് ശരി എന്നാൽ 97 92. അപ്പോൾ ലോഡിങ് ആയിട്ട് കാണാം. ഇപ്പോൾ ഗേസ് ലോഡിങ് വന്നു തിരിച്ച്. പുളുക്കൻ കണ്ടിട്ടുള്ള സ്ഥലത്താണ് ഇട്ടിരിക്കുന്നത് നമ്മൾ തോന്നുന്നു. അവിടെ എഴുതിയിരിക്കണം പുളുക്കൻ. അപ്പോൾ നമ്മളിനി ഈ വണ്ടി കൊടുത്തിട്ട് അടുത്ത KSRTC എടുക്കാൻ പോകുന്നു. അടുത്ത വലിയൊരു KSRTC ആയിരിക്കും. അവിടെ എവിടെയോ സ്ഥലമുണ്ട്, അതാണ് തപ്പുണ്ട്. നമ്മുടെ ആ സുമേഷ് അണ്ണൻ്റെ കയ്യിലാണ് കൊടുക്കുന്നത്. അപ്പോൾ അവൻ KSRTC എടുത്തരാൻ പറഞ്ഞു. അതാ സുമേഷ് അണ്ണൻ്റെ വർക്ക്ഷോപ്പ്. കൊടുക്കാം നമുക്ക് വണ്ടി. നല്ല മോഡിഫൈഡാണ്. സുമേഷ് അണ്ണൻ്റെ വർക്ക്ഷോപ്പ് ഇവിടെയാണ്. അയ്യോടിച്ച് അവൻ ചീത്ത പറയടേ, ഇത്ര ചളിയാണ്. കുഴപ്പമില്ല, അതൊക്കെ നമുക്ക് പറഞ്ഞ് സെറ്റാക്കാന്നേ. ഇടിക്കല്ലേ പോസ്റ്റേ ലൈറ്റ്. ഇപ്പോൾ ഇവിടെ വണ്ടി വെച്ചിട്ട് പോവാം. ഇവിടെ ഇരിക്കട്ടെ. വണ്ടി പപ്പടമൊക്കെ ആയിട്ടുണ്ട്, കുഴപ്പമില്ല. നമുക്ക് സുമേഷ് അണ്ണനെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് കാണാം. അപ്പോൾ ഗൈസ് സുമേഷ് അണ്ണൻ കാര്യങ്ങളൊക്കെ പോയി പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. യോദ്ധാവ് കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വരുമ്പോൾ അടിച്ചതാണ്. കാര്യങ്ങളൊക്കെ കുറച്ച്
KSRTC ആക്കി തരാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇത് വിൽക്കാൻ വിൽക്കാനൊന്നും പോണില്ല. ഇത് ഒന്ന് എന്താ ചെയ്യുക, ഇവിടെ റിപ്പയർ ചെയ്തോ, പിന്നെ ഇവിടെ ഇതൊക്കെ ക്ലീൻ ആക്കിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അവന്മാർ സുമേഷ് അണ്ണൻ അപ്പോൾ അങ്ങനെ സെറ്റാക്കി ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ എന്താ പറയുക, അപ്പോൾ അവൻ KSRTC തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാ എൻ്റെ തന്നെയാണ്, അവൻ എൻ്റെ തന്നെ നിൻ്റെ സ്വന്തം ആയിക്കോട്ടെ പറഞ്ഞിട്ട് തന്നിട്ടുണ്ടായിരുന്നു KSRTC. അപ്പോൾ KSRTC നമ്മൾ വാങ്ങിക്കും. പിന്നെ ഈ കൊമ്പൻ നമ്മൾ റിപ്പയർ ചെയ്തിട്ട് പിന്നെ ക്ലീനൊക്കെ ആക്കിയിട്ട് അവനോട് തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ തരും. അപ്പോൾ കൊമ്പൻ നമ്മുടെ വണ്ടിയാണ്, KSRTC നമ്മുടെ വണ്ടിയാണ്. അപ്പോൾ അവൻ പറഞ്ഞു അങ്ങനെ ആയിക്കോട്ടെ, കുഴപ്പമില്ല സാരില്ല എന്നൊക്കെ പറഞ്ഞു. അവൻ പറഞ്ഞു നിൻ്റെ KSRTC സ്വന്തം ആയിക്കോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇനി അടുത്ത വീഡിയോ KSRTC ഇട്ട് വരാൻ പോണേ. അപ്പോൾ ഈ വണ്ടി ഞാൻ റിപ്പയർ ചെയ്തിട്ടും ചളിയൊക്കെ മാറ്റിയിട്ടും കാണാം. അപ്പോൾ റിപ്പയറിൻ്റെ കാര്യമൊക്കെ സുമേഷ് അണ്ണൻ ചെയ്തോളും. പിന്നെ നമ്മുടെ KSRTCയിൽ ഒന്നുമില്ല. KSRTCയിൽ റിപ്പയർ ചെയ്യാൻ തോന്നുന്നു 100-ലായിരിക്കും തോന്നുന്നു പ്രതീക്ഷ. അപ്പോൾ അടുത്ത വീഡിയോ KSRTC കൊണ്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.